ഓഫീസിൽ തിരക്കില്ലായിരുന്നെങ്കിൽ ഞാനും കൂടി വന്നേനെ. അത് സാരമില്ല, ഗോപിക വരുന്നുണ്ടല്ലോ, അത് മതി. ശരി, എന്നാ നമുക്ക് ഇറങ്ങാം. സിദ്ധുവിന്റെ അസുഖം മാറാനായി മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും അതിനുവേണ്ടി കാര്യമായി പ്രാർത്ഥിക്കുന്നുമുണ്ട്, വഴിപാട് നടത്തുന്നുണ്ട്. അതെല്ലാം പോരാഞ്ഞിട്ട് 108 തവണ മുട്ടിലഴിഞ്ഞ് പ്രദക്ഷിണം വെക്കുകയെന്ന് പറഞ്ഞ ഇതുപോലൊരു നേർച്ച ഞാൻ ഈ അടുത്ത് കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അത് മായാന്റിക്ക് ദേവിയേച്ചി ശരിക്കും അറിയാഞ്ഞിട്ടാ. ചേച്ചിക്ക് ഒരാളോട് ആത്മാർത്ഥത തോന്നിയാലേ സ്വന്തം ജീവൻ വരെ ബലി കഴിച്ചോന്ന് വരും. അല്ല, ഇവിടെ ദേവിയേക്ക് മാത്രമല്ലേ സിദ്ധുവിന്റെ കാര്യത്തിൽ ആദ്യം ഉത്കണ്ഠയുള്ളൂ. അവനെ നൊന്ത് പ്രസവിച്ച അമ്മയ്ക്കും താഴത്തും തലയിലും വയ്ക്കാതെ എടുത്തു വളർത്തി ഇതുവരെ എത്തിച്ച മുത്തശ്ശിക്കും അവന്റെ അച്ഛനോ ഇല്ലാത്ത വേദനയും വെപ്രാളോ ആ ദേവികയ്ക്ക്. പ്രഹസനങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. നേർച്ച നടത്തുന്നുണ്ടെങ്കിൽ അത് ഉള്ളിത്തട്ടി ആവണം. മുത്തശ്ശി എന്റെ ആത്മാർത്ഥതയെ സംശയിക്കരുത്. കുട്ടിന് വേണ്ടി ഞാൻ ചെയ്യുന്നതൊന്നും പ്രഹസനമല്ല. മനസ്സർപ്പിച്ചു തന്നെയാ ഞാൻ ഈ നേർച്ച നടത്താൻ പോകുന്നത്. അത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവി മഹാമായിക്ക് മനസ്സിലാവും. ദേവിക്കെങ്കിലും മനസ്സിലായ മതിയായിരുന്നു. അമ്മേ, ഒരു നല്ല കാര്യത്തിന് പുറപ്പെടുമ്പോഴാണോ അനാവശ്യമായി ഈ പരിഹാസം? എന്തിനാണത്? അമ്മയോട് മാത്രമല്ല, മായയോടും അഞ്ജിതയോടും കൂടെയാ ഞാനീ പറയുന്നത്. അമ്മയ്ക്ക് സിദ്ധുവിന് ജീവനാണെങ്കിൽ അതുപോലെ തന്നെ ദേവികയ്ക്കും സിദ്ധുവിന് ജീവനാണ്. അതുകൊണ്ടാണ് കഠിനമായി ഈ പരീക്ഷണത്തിന് ദേവിക തയ്യാറാവുന്നത്. അപ്പോൾ ഒരു കാരണമില്ലാതെ ഇവളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യരുത്. അഞ്ജിത എന്തർത്ഥത്തിലാ ദേവികയെ കളിയാക്കിയ? അഞ്ജിതയുടെ സംസാരത്തിന്റെ പൊരുൾ ആർക്കും മനസ്സിലായില്ല എന്ന് കരുതരുത്. ജാനകിയിട്ട് എന്തിനാണ് അഞ്ജിതയെ കുറ്റപ്പെടുത്തുന്നത്? അവള് ദേവികയെക്കുറിച്ച് മോശമൊന്നും പറഞ്ഞില്ലല്ലോ. മായെ, ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ ശ്രമിക്കരുത്. മാഡം, വെറുതെ ഒരു തർക്കത്തിന് നിൽക്കണ്ട. അത് ഈ അവസരത്തിൽ നന്നല്ല. ഇപ്പൊ വേണ്ടത് ഈശ്വരചിന്ത മാത്രം. നമുക്കത് മതി മാഡം. പരിഹസിക്കുന്നവർക്കുള്ള മറുപടി ഭഗവാൻ തന്നെ കൊടുത്തോളൂ. ആരൊക്കെ എന്റെ ആത്മാർത്ഥതയെ സംശയിച്ചാലും എന്നെ കളിയാക്കിയാലും ഞാൻ ക്ഷേത്രത്തിൽ പോകും. നേർന്നതുപോലെ തന്നെ 108 തവണ മുട്ടിലിഴഞ്ഞ് കുട്ടന്റെ ദോഷങ്ങൾക്കുള്ള പരിഹാരക്രിയ പൂർത്തിയാക്കുകയും ചെയ്യും. താല്പര്യമുള്ളവർക്ക് കൂടെ വരാം, ഇല്ലാത്തവർ വരണ്ട. എന്നെ ആരും പിന്തുണയ്ക്കുകയും വേണ്ട. നമുക്ക് ഇറങ്ങാം മാഡം. ശരി, പോവാം മോളെ. സിധു കുട്ട വാ. മനവേ